അന്ന് എനിക്ക് കുറച്ച് ഇഷ്യൂസ് വന്നു. ആങ്സൈറ്റി, സ്ലീപ്പിംഗ് ഡിസോർഡർ, അതേപോലെ തന്നെ എൻ്റെ ബോഡിയുടെ മെറ്റബോളിസം മൊത്തം മാറി. 1.5 മാസം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ ശരീരം കട്ട് ചെയ്താൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവും. അല്ല ഞാനൊരു സാധനം ഡെലിവറി ചെയ്യും, അപ്പോൾ മേ ബി അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്, അല്ലാതെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, നമുക്കിത് വേറെ കുറച്ച് രീതിയിൽ പിടിക്കാം. അപ്പോൾ ഒരു 2 ദിവസം നമുക്ക് ഇതുപോലെ ക്യാരക്ടേഴ്സിലേക്ക് എനിക്ക് ബേസിക്കാണ് 2 ദിവസം നമുക്ക് എടുക്കും. പത്രമിടാനും പാലിടാനൊക്കെ പോയിട്ട് എനിക്ക് ഫോൺ ഇഷ്ടമുണ്ട്. എനിക്ക് അന്ന് ഞാൻ ഫോൺ മേടിച്ചാൽ തന്നെ എത്ര 750 രൂപ ഫോണിൻ്റെ വില, അന്നത്തെ വില. അപ്പോൾ ഞാനൊരു ഫോൺ മേടിച്ചായിരുന്നു, ടാറ്റ ഇൻഡിക്കോമിൻ്റെ ഒരു ഫോൺ. ഡബ് ചെയ്യുന്നു, അതും നമ്മൾ ഈ 1 മിനിറ്റിൽ വീഡിയോസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്ര എഫേർട്ട് എടുത്താണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഒരു മൈക്കും പരിപാടി വെച്ച് പരിപാടി നിർത്തും. അന്ന് ഭയങ്കര പണിയെടുത്താൽ, പക്ഷെ അതും നല്ല ഹൈലി ക്വാളിറ്റിയിൽ നമ്മൾ കാണും. RDXന്റെ ഡയറക്ടർ നഹാസ്. എനിക്ക് ഈ രേഖ കണ്ടതിന് ശേഷം എനിക്ക് പുള്ളിയോട് ഭയങ്കര ദേഷ്യമാണിത്. അങ്ങനെ പറഞ്ഞത് കൊടുക്കും. അല്ല പിന്നെ ഹലോ ഉണ്ണി, വെൽക്കം ടു മാൻകൈൻഡ് സിനിമാസ് പോഡ്കാസ്റ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്റർവ്യൂസ് ഒക്കെ അല്ലെങ്കിൽ ഫുള്ള് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് നടക്കാണ്? അങ്ങനെയൊന്നുമില്ല, അപ്പോൾ ഒരു നമ്മൾ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഒരു ഭയങ്കര ചില്ലായിട്ടുള്ളൊരു പേഴ്സൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഫുൾ ഓഫ് പോസിറ്റീവ്, അല്ലെങ്കിൽ നല്ല വൈബ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നോ? അത്യാവശ്യം എക്സ്ട്രോവേർട്ട് ആണ്. സോ കുട്ടിക്കാലത്ത് എന്തെങ്കിലും നല്ലൊരു മെമ്മറി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കളിക്കൂട്ടുകാരി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ when you go back to your childhood? ചെറുപ്പം എല്ലാം അടിപൊളിയാണല്ലോ. നമുക്ക് ചെറുപ്പകാലം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സമയം കൂടിയാണ് ചെറുപ്പകാലത്ത് പറയുന്നത്. അപ്പോൾ ആ സമയത്തുള്ള മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കും, ബാക്കിയും കല്ലറിയും, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, ഫ്രണ്ട്സിലൂടെ കറങ്ങാൻ പോകുന്നുണ്ട്, മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഇപ്പം നമുക്ക് മിസ് ചെയ്യുന്നു. മെമ്മറീസ് പറഞ്ഞാൽ നമുക്ക് എല്ലാ മെമ്മറീസാണ്. ചൈൽഡ്ഹുഡിൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ മെമ്മറീസ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം മഴ കാണുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ സമയത്ത് മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തൊരു സീൻ ചെറുപ്പം. തോടൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുന്നു, ആ തോട്ടിൽ നമ്മൾ പോയിട്ട് മീൻ പിടിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കാലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാത്തൊരു ഫീൽ ഉണ്ടെന്ന്. കാരണം ഇപ്പോൾ കൂടുതലും പിള്ളേർ ഫോണിലൊക്കെ ആണല്ലോ. താങ്കൾക്ക് എപ്പോഴാണ് ഫസ്റ്റ് ഫോൺ കിട്ടിയത്? എൻ്റെ ഫോൺ എന്നായിരുന്നു? എൻ്റെ ഫോൺ എനിക്ക് തോന്നുന്നു ടാറ്റ ഇൻഡിക്കോ, അന്തക്കാലം. ചെറിയൊരു ഫോണായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഞാൻ പത്രം എടുക്കാൻ പോയിട്ട് എല്ലാവരും ഫോണുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഫോൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതൽ എല്ലാവരും ഫോണുണ്ട്. എല്ലാവരും ചില ഫോണിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അല്ല ആ സമയത്ത് ഫോൺ എന്ന് പറഞ്ഞാൽ അത്ര ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതെ. ഇപ്പം വലിയ അന്ന് മറ്റേ 3300 വലിയ ഫോണൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നോക്കിയുടെ ഫോണെല്ലാം. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചേട്ടന്മാരുടെ ചെറിയ ഫോൺസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പത്രം ഇടാനും പാലിടാനൊക്കെ പോയിട്ട് എനിക്ക് ഫോൺ ഇഷ്ടമുണ്ട്. എനിക്ക് അന്ന് ഞാൻ ഫോൺ മേടിച്ചാൽ തന്നെ എത്ര 750 രൂപ ഫോണിൻ്റെ വില, അന്നത്തെ വില. അപ്പോൾ ഞാനൊരു ഫോൺ മേടിച്ചായിരുന്നു, ടാറ്റ ഇൻഡിക്കോമിൻ്റെ ഒരു ഫോൺ. ഫസ്റ്റ് ഫോൺ. ഇപ്പോഴത്തെ ഫോൺ ഐഫോൺ ആയിരിക്കും. ഐഫോൺ ആണല്ലോ. ഐഫോൺ അതിനെ വലിയ പ്രത്യേകത. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഐഫോണാണ്. ഐഫോൺ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആയി. എല്ലാവരുടെ കയ്യിലും ഐഫോൺ. ആരെടുത്ത് ചെറിയ പിള്ളേരെടുത്ത് ഐഫോണാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? ലൈക്ക് പ്രൊഫഷണലി ഇപ്പോൾ ആരെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണ് ഉണ്ണിക്ക് എന്താണ് ആവേണ്ടേ ഭാവിയിൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട്, അപ്പോൾ താങ്കൾ എന്തുത്തരാണ് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആ സമയത്ത് ഞാൻ പറഞ്ഞ സിനിമ നടനാവണം, സിനിമയിൽ അഭിനയിക്കണം. സീരിയസ്ലി? ഉറപ്പായിട്ടും. അതെ. അപ്പോൾ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹം. അതെ, പണ്ടേ എനിക്ക് അന്ന് സിനിമ നടനാവുള്ളൂ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ സിനിമ കാണുമായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കസിൻസൊക്കെ എന്നെ സിനിമയ്ക്കുണ്ടോ. അപ്പോൾ നമ്മളൊരു ഗ്രോയിങ് സ്റ്റേജ്, അതായത് നമ്മളിങ്ങനെ തുടക്കം മുതലേ നമ്മൾ ടി വി സിനിമ ഏറ്റവും കൂടുതൽ അതിൽ അട്രാക്റ്റീവായി. ഇപ്പം ആളുകൾ ഫോണിലിപ്പം എല്ലാ പിള്ളേരും ഫോൺ കളിക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളാണ് ഫുൾ ടൈം ഫോണിലാണ്. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനോട് ഇഷ്ടം വരുന്ന മാതിരി എൻ്റെ ഒരു കാണുന്ന മുതൽ ഞാൻ കാണുന്നത് സിനിമയാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു, അതേപോലെ ടി വിയിൽ സിനിമ കാണുന്നു, അപ്പുറത്തെ വീട്ടിൽ പോയി സിനിമ കാണുന്നു. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സിനിമ ഇല്ലല്ലോ, ടി വി ഇല്ലല്ലോ. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം അന്നുപോലെ തുടങ്ങി നമുക്ക് അതിലെ ക്യാരക്ടേഴ്സ്, ഇപ്പം ലാലേട്ടൻ, മമ്മൂക്ക, അല്ല അന്നത്തെ സ്റ്റാർസുകൾ, പുതിയ ആളുകളെ കാണുമ്പോൾ കൊള്ളാം, തമിഴിലെ വിജയ്, അങ്ങനെ നമ്മൾ ആ സാധനം കാണുമ്പോൾ നമുക്കും ഓക്കെ എന്ന സാധനം അങ്ങനെ മാസ് ക്യാരക്ടർ അങ്ങനെയാണോ ഇഷ്ടം, അതോ ഇമോഷണൽ ആയിട്ടുള്ള എന്ത് ടൈപ്പ് ഓഫ് ഫിലിം കാണാനാണ് പണ്ട് ഇഷ്ടം ഉണ്ടായിരുന്നത്? മാസല്ലേ, നമ്മൾ അടി ഇടി ഫൈറ്റ് ചാടി അടിക്കുന്നു, അത് കൊണ്ട് മടക്കി കിടക്കും. അന്ന് നമ്മളെ ഏജിൽ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കൂടുതൽ ഇഷ്ടം. ആക്ഷൻ, ഇപ്പൊ വിജയിന്റെ മറ്റേ ഗില്ലിയൊക്കെ വരുന്നു. അപ്പൊ ഉണ്ണി ഫസ്റ്റ് ആയിട്ട്, അതായത് ഓർമ്മ വെച്ച ആ ഒരു ടൈമിൽ ഫസ്റ്റ് ആയിട്ട് പോയി തിയേറ്ററിൽ കണ്ട മൂവി ഏതാണ്? ഖുഷി. ഞാൻ തിയേറ്ററിൽ ഖുഷി വിജയുടെ അത് കണ്ടതാ. അത് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. പിന്നെ തെങ്കാശിപ്പട്ടണം കണ്ടിട്ടുണ്ട്,
പിന്നെ അങ്ങനത്തെ സിനിമകളൊക്കെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടീവ് അന്ന് വീട്ടുകാരെല്ലാവരും കൂടി നമ്മൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു ഫാമിലി മൊത്തം പോകുന്നു, തിയേറ്ററിൽ പോകുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ തിയേറ്ററിൽ പോകുമ്പോഴാണ് നമുക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ഓപ്ഷൻ കിട്ടാറ്. അപ്പം അന്ന് ഫാമിലി ആയിട്ടാണ് എല്ലാവരും സിനിമയ്ക്ക് പോകുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഗുഷിയൊക്കെ എനിക്ക് തോന്നുന്നു ഗുഷിയും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി കണ്ട സിനിമയ്ക്കാണ് അന്ന് ചെറുപ്പത്തിൽ. പക്ഷെ അതിന് മുമ്പേ സിനിമ കണ്ടിട്ടുണ്ട്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. തമിഴ് പടങ്ങളാണ് കൂടുതൽ കണ്ടത്. അച്ഛനമ്മ പറയും എന്റെ മോനൊരു എല്ലാ അച്ഛനമ്മയല്ല, ചില അച്ഛനമ്മയും പറയും ഓക്കെ എന്റെ മോനൊരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മുടെ പേരൻസിന് നടക്കാത്ത ആ ഒരു ആഗ്രഹം നമ്മുടെ കുട്ടികളിലൂടെ നടക്കണമെന്ന അങ്ങനെ ഒരു ആഗ്രഹം എന്തെങ്കിലും താങ്കളുടെ പേരൻസിന് ഉണ്ടായിരുന്നോ? അങ്ങനെ അങ്ങനത്തെ ഒരു സീനേ ഇല്ല. മോൻ എന്താണോ വേണ്ടേ ആ ഒരു അങ്ങനെ ഇപ്പം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡ്രീം കാണുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഇന്ന മോൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചത് അന്നന്ന് കാര്യങ്ങൾ ജീവിച്ചു പോവാ എന്നുള്ള ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാനൊരു സർക്കാർ സാധാരണ സ്കൂളാണ് പഠിച്ചത്. അപ്പം നമുക്കവിടെ ഫുൾ പരിപാടിയാണ്, നമ്മൾ നോർമലായിട്ട് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഫാമിലിക്ക് ആണെങ്കിലും അവന് ഇഷ്ടമുള്ള എന്താ ചെയ്യട്ടെ, ആ ഒരു മൂഡിലാണ് എൻ്റെ വീട്ടുകാർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുൾ ഫ്രീഡം എന്നല്ല, ഇഷ്ടമുള്ള ചെയ്യട്ടെ, അല്ലാതെ ഇന്നതാവണം എന്നുള്ളൊരു ഒരു ഭാരം നിറത്തിന്റെ തലയിലൊന്നും വെച്ച് തന്നിട്ടില്ല. അതൊരു പ്ലസ് ആയിരുന്നു, അതൊരു ഗുണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, അതായത് നമുക്ക് കരിയർ ചൂസ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഈ സിനിമ എന്ന ഒരു അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഉള്ളിലൊരു ഫീൽ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒരു പോയിന്റ് ഉണ്ടാവും വേർ വി റിയലൈസ് ദാറ്റ് ഇതാണ് എൻ്റെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ചേസ് ചെയ്യേണ്ട എന്നൊരു ഡ്രീം എന്ന് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈക്ക് ഇൻ യുവർ ലൈഫ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പോയിന്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാം ആഗ്രഹങ്ങളാണോ, ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമ പറഞ്ഞാൽ ആവാൻ പറ്റുമോ, നമുക്കിങ്ങനെ ചിലപ്പോൾ നടന്നാലോ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് ഇതിലായി, നാടകങ്ങൾ ചെയ്യാനായി, പിന്നെ ആക്ടിങ് പരമായിട്ട് ഇപ്പം മോണോ ആക്ട് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുക, ഡാൻസ് കളിക്കുക, സ്റ്റേജ് ഓഡിയൻസ് അപ്പം നമ്മൾ കൈയടി കിട്ടുന്നു, അപ്പം നമുക്ക് അതിലൊരു കിക്ക് കിട്ടുന്നു, യെസ് ഇത് കൊള്ളാം, അങ്ങനെ വിഷയമേ ഇല്ല. ചെറുപ്പത്തിലേ നമ്മൾ സ്റ്റേജിൽ കയറിയോണ്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. യൂത്ത് ഫെസ്റ്റിവൽ പോകണം, പ്രൈസ് കിട്ടണം, പ്രൈസ് ഒന്നുമില്ല, നല്ല പാത്രമോ തളകിയോ എന്നൊക്കെ കിട്ടുക. അത് വീട്ടിലെ ചോറും മറ്റേ പാത്രമൊക്കെ ആയിട്ട് മാറി. അപ്പോൾ അന്നൊക്കെ അങ്ങനെയായിരുന്നു ആ സമയം. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ സ്പോർട്സ്, ഇപ്പം അവിടെ സ്പോർട്സ് ഉണ്ട്, പക്ഷെ എനിക്ക് സ്പോർട്സിനോട് വലിയ താല്പര്യം, ഞാൻ ആർട്സിലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ ഗ്രാജുവലി നാടക പരിപാടികൾ വരുന്നു. പിന്നെ കുറച്ച് സമയത്ത് നമുക്ക് ഇതിനോടൊരു ഇഷ്ടം, ശരി സിനിമ നടനാവാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മറ്റേ ഒരു ലുക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും മറ്റേ റേബൻ ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ചെയ്യുന്നതൊക്കെ തന്നെ നമ്മളൊക്കെ എല്ലാവരും ചെയ്യും ഉറപ്പായിട്ടും. നമ്മൾ സിനിമ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ കണ്ണടിയൊക്കെ വെച്ചാൽ കൊള്ളാം, ഒരു വിജയ് ലുക്ക് ഉണ്ടല്ലോ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം നമുക്ക് ഉള്ളിലുണ്ടാവും. ഇതിന്റെ നടന്റെ ലുക്ക് ഉണ്ട്. ആദ്യം നമുക്ക് ആ സ്റ്റേജ് ആയിരിക്കും, ഇന്ന ആളെ പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ പണ്ട് നോക്കുകയാണെങ്കിൽ ആരെ പോലെയാണ് ഒരു റിസംബ്ലൻസ് ആയിട്ടാണ് ഉണ്ണിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയല്ല എങ്കിലും ലൈക്ക് എനിക്ക് ഞാൻ പറഞ്ഞ ചൈൽഡ്ഹുഡിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പത്തെ കാര്യം ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി മെച്ചുവേർഡായി. ഇപ്പൊ നമ്മൾ അങ്ങനെ വേറൊരാളെ പോലെയല്ല, നമ്മളാണ് ഉണ്ണിലാലും ആണ്. അങ്ങനെ ഐഡന്റിറ്റിയാണ് നമ്മള്. ചെറുപ്പത്തിൽ നമ്മൾ മറ്റേ എനിക്ക് ഓർമ്മയുണ്ട്, അപ്പം ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, ഭയങ്കര സ്കൾട്ടനായിരുന്നു. അപ്പം ഞാൻ ആയിരിക്കും ധനുഷ് മെലിഞ്ഞിട്ടാണല്ലോ, ധനുഷ് സിനിമയിലുണ്ടല്ലോ, അപ്പൊ നമ്മൾ സിനിമയിലെത്തല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു തോട്ട്സുകൾ, ചെറിയ ആ ഒരു പ്രായത്തിന്റെ തോട്ട്സ്. നമുക്ക് പല ആഗ്രഹങ്ങളും, പക്ഷെ ആ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതോ ജസ്റ്റ് ഒരു ഫാന്റസി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രീം ആയിട്ടാണോ സിനിമയെ കണ്ടിട്ട്? അല്ല, എനിക്ക് എവിടെയോ ഒരു സ്മാർക്ക് ഉണ്ടായിരുന്നു, നടക്കും ഇവിടെയും ഒന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പം ഞാൻ ആ സമയത്ത് ഇപ്പം ഈ പറഞ്ഞ മാതിരി ഞാൻ ഷോർട്ട് ഫിലിംസുകൾ, അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന ഷോർട്ട് ഫിലിം അല്ല, ഇതിനു മുമ്പ് ഞാൻ കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ആരും കാണാതെ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും എനിക്കൊരു ബേസിക്കലി അഭിനയൊക്കെ ഭയങ്കര ബോറാണ്, പക്ഷെ എന്നാൽ പോലും എനിക്ക് നടക്കും എന്നുള്ളൊരു സാധനം, എവിടെ ഒരു നടക്കും എന്നുള്ളൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ സിനിമയിൽ തന്നെ നോക്കാം, ഒരു ഹോപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ഞാനത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ അതൊരു ജേണി ആയിരുന്നു, ഒരു ഫ്ലോയിലങ്ങ് പോയി. അത് നടക്കും എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടക്കും, ആക്ടർ ആവും എന്നുള്ളത് മാത്രം. അതിലാണ്
അടിപൊളി. ഉണ്ണി അഭിനയിച്ച കുറെ ഷോർട്ട് ഫിലിംസ് ഇതിനു മുമ്പ്, അതായത് 14 Days of Love ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ലിക്ക് ആയിട്ടുള്ള ആ ഒരു ഷോർട്ട് ഫിലിം. അപ്പൊ അതിനു മുമ്പ് കുറെ അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മൾ കാണാതെ പോയ കുറെ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഷോർട്ട് ഫിലിംസ് യൂട്യൂബിൽ അവൈലബിൾ ആണോ ഇപ്പോഴും? ഏതൊക്കെയുണ്ട്, പേര് ഓർമ്മയുണ്ടോ? പേരൊന്നും ഓർമ്മയില്ല. അതൊക്കെ ഷോർട്ട് ഫിലിംസ് ഒന്നും പറയാൻ പറ്റൂല. കാരണം ഞങ്ങള് കൂട്ടുകാർ തന്നെ ചിലപ്പോൾ ഒരുത്തിന്റെ വല്ല ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടാവും. അങ്ങനെ നമ്മള് അതേപോലെ നമ്മള് ഷൂട്ട് ചെയ്തിട്ട് അഭിനയം എന്നൊക്കെ പറഞ്ഞ കോമഡി അഭിനയായിരിക്കും, ഒരു നാടകം വലിയ അതിന്റെ അപ്പുറത്ത് അഭിനയായിരിക്കും. കുത്തിപ്പൊക്കാനുള്ള എന്തെങ്കിലും ഓക്കെ. അപ്പൊ 14 Days of Loveനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു റൊമാൻറ്റിക് അല്ലെ, ക്യൂട്ട് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, അത് സത്യം പറഞ്ഞ 14 Days സംഭവിക്കുന്നത് ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പം എന്റെ ഡയറക്ടർ അറിയില്ലായിരുന്നു, RDXന്റെ ഡയറക്ടർ നഹാസ്, ഐ ആം ഗെയിമിന്റെ. അപ്പൊ നഹാസിന്റെ മെയിൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് ഈ 14 Days of Love. അതിന് മുമ്പ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 14 Days of Love മെയിനായിട്ട് ചെയ്തത്. അത് എന്നുവെച്ചാൽ നമ്മളൊരു ആരവം എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടം ആരവാണ്. അത് നടന്നില്ല, ചില സാങ്കേതിക കാരണം. ഞാനും പെപ്പയായിരുന്നു ലീഡ്, ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള പടമായിരുന്നു. അതായിരുന്നു ആക്ച്വലി എൻ്റെ ഒരു ഷോർട്ട് ഫിലിം, അതായത് ഷോർട്ട് വീഡിയോസിന് നെക്സ്റ്റ് ഒരു സിനിമ എന്ന് പറയുന്നത് അതായിരുന്നു. അതൊരു ഗംഭീര ക്യാരക്ടറുമായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് കോവിഡ് വന്നു, അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളൊക്കെ വന്നു. ആ പടം ഡ്രോപ്പ് ആയിപ്പോയി. അതിൻ്റെ സമയത്ത് നമ്മൾ ഫുൾ ഡിപ്രസ്ഡ് ആണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. കാരണം ഇത്രയും വലിയൊരു പടത്തിൽ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ ഡയറക്ടർ നഹാസ് ആണെങ്കിലും ഭയങ്കര വിഷമിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ഓൺലൈൻ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പടം ഷോർട്ട് ഫിലിം ചെയ്യാത്ത രീതിയിൽ. പക്ഷെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് സിനിമാറ്റിക് ആയിരിക്കണം. അപ്പോൾ എനിക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം. അങ്ങനെ അവനും സിനിമാറ്റിക് ആണ്. നഹാസിൻ്റെ പടങ്ങൾ കണ്ടാലോ, ഹെവി സിനിമാറ്റിക് ആണ്. നമ്മളൊരു സിനിമാറ്റിക് ഒരു റെമോ കൈൻഡ് ഓഫ് റെമോ, ഒരു ശിവകാർത്തികേയൻ പരിപാടി, അങ്ങനെ നമുക്ക് കളർഫുൾ പിടിക്കാം എന്ന രീതിയിൽ നമ്മൾ അതിൽ പാട്ടുകളൊക്കെ ഒരു കളർ പാട്ടാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അത് ഭയങ്കര വൈറലായി, ഭയങ്കര ഹിറ്റായി. ഈവൻ ഷോർട്സ് ആണെങ്കിലും നമ്മളിപ്പോ കാണുമ്പോഴാണെങ്കിലും ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും എല്ലാ രീതിയിലും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഒരു ഷോർട്ട് ഫിലിം എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റില്ല. കാരണം ഒരു മൂവിയുടെ ഒരു വൈബാണ്. ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഒരു സാധാ ഷോർട്ട് ഫിലിം ആയി മാറുന്നത് ഒരു സിനിമ വൈബ് വേണം എന്ന രീതിയിലാണ് ആ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത്. അത് വർക്കായി, ഹിറ്റാവും ചെയ്തു. ഉണ്ണി പറഞ്ഞല്ലോ നമ്മളൊരു ആരവം എന്നൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡ്രോപ്പ് ഔട്ട് ആയി. അപ്പോൾ ഡെഫിനറ്റ്ലി അത് അതായത് നമ്മുടെ ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ടൈമില് ഒരു പണി കിട്ടിയ പോലെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു ചാലഞ്ച് ഫേസ് ചെയ്ത പോലെ ആ സമയത്താണ് നമുക്ക് കോവിഡ് വന്നത്. കോവിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തില് പ്രശ്നമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെ ഓവർകം ചെയ്തു? ഒന്നും ചെയ്യാനില്ലല്ലോ, കോവിഡ് വന്നപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാ മേഖലയും ഭയങ്കര സ്റ്റക്കാണ്. ആദ്യം സ്റ്റക്കാവുക സിനിമ മേഖലയാണ്. സത്യം പറഞ്ഞാൽ എന്ത് സമയം ഫസ്റ്റ് സ്റ്റക്കാവുന്നത് സിനിമയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പം എല്ലാം തിയേറ്റേഴ്സ് അടച്ചുകൂട്ടി, അതേപോലെ തന്നെ ഷൂട്ടിങ്സ് നിർത്തി വെച്ചു. ഇപ്പോൾ ഷൂട്ടിങ് ആരോ എന്ന് പറഞ്ഞാൽ വലിയ പടമാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ RDXനെക്കാട്ടും വലിയൊരു പടമായിരുന്നു ആരോ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സ്റ്റക്കായി. അപ്പം ഭയങ്കര വിഷമമായി. പിന്നെ ഞാനാലോചിച്ച് വിഷമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഫെയിലിയേഴ്സ് പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുക. അപ്പോൾ വീണ്ടും നമ്മൾ യൂട്യൂബിലേക്ക് കിടക്കുന്നു, ബാക്ക് ടു ട്രാക്ക്. അപ്പം അത് സ്റ്റക്കായപ്പോൾ 14 Days ഇറങ്ങി. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് പിടിച്ചു. പിന്നെ അടുത്തത് ഇറങ്ങുന്നു, അത് ഹിറ്റാവുന്നു, അടുത്തിറങ്ങുന്നു, ആളുകൾ കാണുന്നു, അങ്ങനെ പിന്നെ നമ്മളങ്ങനെ പോസിറ്റീവുകൾ കിട്ടിക്കണം പോകാന്നുള്ളൂ. അപ്പോൾ ഡു യു തിങ്ക് ദാറ്റ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ, ഇപ്പോൾ സിനിമ മാത്രമല്ല, നമുക്ക് ഒരാളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് വന്നെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു വാതിൽ അടഞ്ഞാൽ കുറെ വാതിൽ തുറക്കും എന്നൊരു ഇതുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ശരിക്കും അങ്ങനെയാണോ ഫീൽ ചെയ്തത്? അതെ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. ഇപ്പം ഞാൻ വെച്ചാൽ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചു പടം ഇനി എങ്ങനെ കയറുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഷോർട്ട് ഫിലിംസ് വീണ്ടും നമ്മൾ ബാക്ക് ടു ട്രാക്കിലേക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ പടം, ജിതിൻ എക്സ് തോമസിൻ്റെ പടം സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു. അല്ല, അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആ ഒരു കോള് വന്നപ്പോ എന്തായിരുന്നു താങ്കളുടെ ലൈക്ക്? അങ്ങനെ ഒരു പരിപാടി ഉണ്ടായി, ഹോപ്പൊന്നും വെച്ചില്ല. കാരണം നമ്മൾ ഒരുപാട് ഓഡീഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഓഡീഷന് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഓഡീഷൻ എനിക്ക് കിട്ടാറില്ല, എല്ലാം ഞാൻ പൊട്ടാറാണ് പതിവ്. അപ്പം ഞാൻ ഓക്കെ ആസ് യൂഷ്വൽ പോയി സംസാരിച്ചു. പക്ഷെ അത് വർക്കായി പടം. അവൻ ഓക്കെ ആയി, അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പടം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അടയുമ്പോൾ നമുക്കൊന്ന് തുറക്കും എന്ന രീതിയിൽ തന്നെ അത്. അല്ല, ആ മൂവി ആണെങ്കിലും ഭയങ്കര ഒരു ഇന്റൻസ് ആയിട്ടുള്ള. പിന്നെ എനിക്കതിൽ കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ ഞാൻ അന്നേ വരെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഷോർട്ട് ഫിലിംസിൽ ഇപ്പം എന്നെ ബേസിക്കലി എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിൽ ചാം റൊമാൻറ്റിക് ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഹ്യൂമർ പരിപാടി അതായത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ പടം ഇപ്പം അതൊന്ന് ബ്രേക്കായി. വേറൊരു പരിപാടി വന്നു. അപ്പം വേറെ ഷെയ്ഡ് വന്ന സമയത്ത് അത് എല്ലാവരും വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനൊരു
ഇങ്ങനെ ഒരു കാര്യം ഇതും ഉണ്ണിക്ക് ഈ ഒരു ഇതും പോസിറ്റീവ് അല്ല പോസിബിൾ ആണെന്നുള്ള രീതിയിൽ ഞാനും എനിക്കും അറിയില്ലായിരുന്നു ഞാനും ചെയ്തപ്പോഴാണ് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. ഞാനും ഇത് ചെയ്തപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പരിപാടി ചെയ്തിട്ട് ഞാനൊരു കൊമേഴ്ഷ്യൽ ആക്ടർ ആവാൻ ആണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ പടം വരുമ്പോൾ എനിക്കും അറിയില്ല. ഞാൻ പിന്നെ ഡയറക്ടർ ഒരു സംഭവം നമ്മൾ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, ആ സ്പോട്ടിൽ നമ്മൾ ചെയ്യുന്നു. പിന്നെ പടം മൊത്തത്തിൽ വരുമ്പോഴാണ് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ളത് എനിക്കും മനസ്സിലായത് ആ സമയത്ത്. അപ്പൊ ഈ 14 Days of Loveലെ ഉണ്ണി ഇസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഫ്രീഡം ഫൈറ്റിലെ ഉണ്ണി അല്ലെ. അപ്പൊ ആ ഒരു ചേഞ്ചിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറുമായിട്ട് മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നി? കാരണം ആസ് എ പേഴ്സൺ ഉണ്ണി ഭയങ്കര ചില്ലാണ്. 14 Days of Loveൽ നമ്മൾ കണ്ടത് അതുപോലെ ഒരു ആളെയാണ്. പക്ഷെ അപ്പൊ ഫ്രീഡം ഫൈറ്റിലേക്ക് വന്നപ്പോഴേക്കും ടോട്ടലി ഡിഫറെന്റ് ഒരു പേഴ്സൺ ആണ് അല്ലെ. അപ്പൊ അത് ആ ഒരു ക്യാരക്ടർ ആവാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ഇനി ഫ്രീഡം ഫൈറ്റ് മാത്രമല്ല വാട്ട് എവർ മൂവീസ് യു ഹവ് ഡൺ ഇനി കുറെ കിടക്കുന്നു അല്ലെ, നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ മൂവീസിലൊക്കെ ആ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രിപ്പയർ എങ്ങനെയാണ് ആയത്? അല്ലെങ്കിൽ അതായത് മോസ്റ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ഡയറക്ടർ ആക്ടറായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ്. ഒരു ഡയറക്ടർ എന്നുള്ളൊരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടുമ്പോൾ നമ്മളത് ഡയറക്ടറോട് ചോദിച്ച് ഞാനങ്ങനെ ചെയ്യും. ഞാൻ ചോദിക്കും ഇതിങ്ങനെയാണോ സംസാരിച്ച് നോക്കും, അല്ലെങ്കിൽ ഞാനൊരു സാധനം ഡെലിവറി ചെയ്യും. അപ്പോൾ മേ ബി അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്, അല്ലാതെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, നമുക്കിത് വേറെ കുറച്ച് രീതിയിൽ പിടിക്കാം. അപ്പോൾ ഒരു 2 ദിവസം നമുക്ക് ഇതുപോലെ ക്യാരക്ടേഴ്സിലേക്ക് എനിക്ക് ബേസിക്കാണ് 2 ദിവസം നമുക്ക് എടുക്കും. പിന്നെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുക ഓക്കെ പരിപാടി ഇതാണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് എനിക്ക് സാധാരണ കിട്ടാറ്. പിന്നെ നമ്മൾ ഇപ്പം മമ്മൂക്കൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു ക്യാരക്ടർ ആകുമ്പോൾ നമ്മളതിൻ്റെ കോസ്റ്റ്യൂമും നമ്മളതിൻ്റെ പരിപാടികളും എല്ലാം കൂടി ഇട്ട് ഒന്ന് സെറ്റ് ആകുമ്പോൾ എല്ലാം കൂടി കൂടുമ്പോൾ നമുക്ക് തോന്നുക ഇത് മറ്റേ സെറ്റ് ആയല്ലോ. ഇപ്പോൾ ഫ്രീഡം ഫൈറ്റിൽ ലക്ഷ്മണനാണെങ്കിൽ ലക്ഷ്മണൻ ഒരു ട്രൗസർ ഇട്ടിട്ട് ഷർട്ടൊന്നും കൂടാതെ വയറൊക്കെ ചാടിയിട്ട് ഇച്ചിരി വയറും ചാടി ഇച്ചിരി ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ ലുക്കും അയാളെ ഗ്രേയും അയാളെ ഇതും എല്ലാം കൂടി കാണുമ്പോഴാണ് അയാളായി മാറുന്നത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ആവാനായിട്ട്, കാരണം വൈറസ് ആണ് ഇപ്പൊ വയറൊന്നുമില്ല, ഓക്കെ ബട്ട് സ്റ്റിൽ നല്ല പോളിംഗ് ഫുഡ് കഴിച്ചത് ആ ക്യാരക്ടറിന് ഒരു ഫിസിക്ക് അങ്ങനെ പാടില്ല എന്നുണ്ട്. ഭയങ്കര സ്റ്റിം ഫിസിക്ക് പാടില്ല, ഇച്ചിരി ഫിറ്റ്നസ്സും ഉണ്ട്, പക്ഷെ ഒരു അൺഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി കാണായിരുന്നു. അങ്ങനെയാണ് ഇച്ചിരി വയറൊക്കെ ചാടിച്ച് അങ്ങനെ ഒരു അലസനായിട്ട്, കാരണം പണിയെടുക്കുന്നപ്പോൾ പുള്ളിക്ക് തമിഴ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ആ രീതിയിലാണ് ആ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്തത്. അതാണ് അങ്ങനെ ഒരു ഗെറ്റപ്പിൽ അന്ന് പിടിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ മൂവി ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ there are so many actors ലൈക്ക് ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവരവരുടെ 100%, അതായത് അഭിനയം വയസ്സ് മാത്രമല്ല ഫിസിക്കലി ആണെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചെയ്യുന്ന കുറെ ആക്ടേഴ്സിനെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച്, ഒരു ഐ പോലെ ഒരു മൂവി ശങ്കർ സാർ നാളെ നാളെ നല്ല ലൈക്ക് ഇൻ ഫ്യൂച്ചർ വിളിച്ച് ഉണ്ണിയുടെ അടുത്ത് പറയാണ്, പക്ഷെ യു ഹാവ് ടു ഗോ ത്രൂ സോ മച്ച്, അങ്ങനെ ഒരു ഇതാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ റിപ്ലൈ? ഞാൻ ചെയ്യും ഡെഫിനറ്റ്ലി. കാരണം ഞാൻ ഇപ്പോൾ റീസെൻ്റ് അങ്ങനെ വലിയ ഐ പോലെ ഒന്നല്ലെങ്കിലും പടം എൻ്റെ ഇറങ്ങിയായിരുന്നു, പറഞ്ഞ് ചെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആ പടത്തിന് മുമ്പ് ഞാൻ ഭയങ്കര വെയിറ്റ് ഉണ്ട്, നല്ല ഭയങ്കര വേറൊരു പടത്തിന് ഭയങ്കര സൈസ് ബൾക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഈ പടം 1.5 മാസം കൊണ്ടാണ് ഈ പടത്തിൻ്റെ ഷൂട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി മെലിയണം, കുറച്ച് യങ്ങാവണം, അങ്ങനത്തെ ഒരു ഇച്ചിരി ഫിറ്റ്നസ് വേണം, ഐ മീൻ ലീൻ മസിൽ വേണം. അത് പോലീസ് ആവാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി ഇച്ചിരി വർക്കൗട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും, ഫിറ്റ് ആവണം, ലീൻ മസിൽ വേണം എന്ന് പറഞ്ഞു. ഞാൻ 1.5 മാസം കൊണ്ട് കൊണ്ടൊരു ബോഡിയൊക്കെ കട്ട് ചെയ്തു. ആ പടം കണ്ടാറിയാം, പടത്തിൽ ഞാൻ ഭയങ്കര ലീൻ മസിൽ പരിപാടിയൊക്കെ ആയിട്ടാണ്. പക്ഷേ മസിലൊന്നും കാണുന്നില്ല, മസിൽ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ മസിലൊന്നുമില്ല. ആകെ ഒറ്റ ഷോട്ടിൽ പാടുന്ന ഷോട്ടിൽ മാത്രം ഫോണിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ തിരി കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ആ പടത്തിന് ഗുണം ചെയ്തു. അതിൻ്റെ ലുക്സ് ഭയങ്കര രസമുണ്ട് ആ പടത്തിൻ്റെ വിഷ്വലി കാണുമ്പോൾ. മധുവമ്പാട് സാർ ആ ക്യാമറയൊക്കെ ചെയ്ത്. അപ്പോൾ ആ പടത്തിന് വേണ്ടി ഞാൻ ചേഞ്ച് ചെയ്തു, പക്ഷെ അത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ ചെയ്യില്ല, നമ്മളൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുമ്പം അന്ന് എനിക്ക് കുറച്ച് ഇഷ്യൂസ് വന്നു, ആങ്സൈറ്റി, സ്ലീപ്പിംഗ് ഡിസോർഡർ, അതേപോലെ തന്നെ എൻ്റെ ബോഡിയുടെ മെറ്റബോളിസം മൊത്തം മാറി. 1.5 മാസം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ ശരീരം കട്ട് ചെയ്താൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ കുറേ പ്രീ വർക്കൗട്ട്സ് അങ്ങനത്തൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു ഇഷ്യൂസ് സംഭവിച്ചായിരുന്നു, ഹെവി ആയിട്ട് എടുത്തോണ്ട്. അപ്പോൾ ഇനി അങ്ങനെ എടുക്കില്ല, മീൻസ് പ്രോപ്പറായിട്ട് ഇത്ര സമയം കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, ചെയ്യും. അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ താങ്കൾ ഈ പറയുമ്പോഴാണ് നമുക്കത് റിയലൈസ് ചെയ്യുന്നത് ഹൗ മച്ച് സ്ട്രഗിൾ യു ആർ ഗോയിങ് ത്രൂ എന്നുള്ളത്. നമ്മള് ശരിക്കും ക്യാമറ റോളിങ് ചെയ്യുന്ന നമ്മൾ ആക്ട് ചെയ്യുന്ന അങ്ങനെ, പക്ഷെ അതല്ലാണ്ട് ഇത്രയും ഒരു അല്ലെ ഈവൻ മൂവി കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ മൂവീസിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിന് വരുന്നതിന് മുമ്പ് ഉണ്ണിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു, അതെ, ടിക്ടോക്കും അതുപോലെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ്
ഉണ്ണിയേട്ടൻ എന്ന അല്ലെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അത് ശരിക്കും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ എന്ന ഒരു വിളി? അതെന്താന്ന് വെച്ചാല് പോർട്രേറ്റ് വീഡിയോസ് അറിയാലോ, നമ്മളാണ് റീൽസ്. ഇത് ഫസ്റ്റ് നമ്മളാണ് ഇന്നോവേഷൻ കൊണ്ടുവരുന്നത്. അതായത് പോർട്രേറ്റ് വീഡിയോസിൽ നമുക്ക് ഒരു മിനിറ്റിൽ കണ്ടന്റ് പറയാൻ പറ്റും, സോ നമുക്ക് സിനിമാറ്റിക് പറയാൻ പറ്റും, നല്ല ക്വാളിറ്റിയിൽ പറയാൻ പറ്റും എന്നുള്ളൊരു ഇന്നോവേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളാണ്. നമ്മളൊരു 3 Idiots മീഡിയ എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, അത് ക്ലോസ് ആയിപ്പോയി. അതിൽ ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ, ഷാരിഖ്, അനുഷ്, സുജി, ഞങ്ങൾ 4 പേരുണ്ടായത്. അപ്പം നമ്മളാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ സംഭവം എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരും പേര്. അപ്പം എൻ്റെ പേര് ഉണ്ണിയാണെങ്കിൽ ഉണ്ണി, അതേപോലെ ഷാരിഖിൻ്റെ പേര് ഷാരിഖ്. അപ്പോൾ എല്ലാവരും ഓൺ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു. അപ്പം എനിക്ക് നമ്മൾ ഒരു കുറച്ച് കാലം നമ്മൾ മാത്രമായിരുന്നു ഫോണിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നു, കുറേ ആളുകൾ വന്നു. ഒരു സമയത്ത് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ആകെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു ഇത്ര വർഷത്തേക്ക്. അപ്പം നമ്മളാണ് ഈ അപ്പം അതിൽ പേര് ഉണ്ണി എന്നുള്ളതുകൊണ്ട് അപ്പം അതിലെ ഇപ്പം കവിയാണ് ഉണ്ണിയേട്ട എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ അതിൽ ഫുൾ ഉണ്ണിയേട്ടൻ വിളിയായിരുന്നു അതിൽ മൊത്തം ആ ക്യാരക്ടേഴ്സ് സ്വന്തം. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ അതിലിപ്പോൾ ഒരു ഋതു ഉണ്ടായിരുന്നു. അപ്പോൾ ഋതു തന്നെയാണ് പേര്. അങ്ങനെയാണ് ഈ പേരുകൾ ഓൺ പേര് വന്ന് അങ്ങനെ മൊത്തത്തിലാണ് ഈ ഉണ്ണിയേട്ടൻ വിളി വന്നത്. ഓക്കെ. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് താങ്കൾക്ക് ബിഗ് സ്ക്രീനിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്കൊരു പക്ഷേ സിനിമ ഇറ്റ്സ് ഡിഫറെൻറ്റ്, ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഇപ്പം നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മറ്റേ ഇത് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് സിനിമയിൽ എനിക്ക് അഭിനയിക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ വ്യത്യാസമുണ്ട്. ഷോർട്ട് ഫിലിം എന്നല്ല, ഈ കണ്ടൻസ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. കണ്ടന്റ് നമ്മൾ ആ ഒരു ഫോണിൽ ഇത്ര സ്ക്രീനിലല്ല നമ്മൾ കാണുന്നുള്ളൂ. ക്യാമറ തന്നെ ഷൂട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങളിപ്പം എല്ലാവരും ഫോണിൽ ഷൂട്ട് ചെയ്ത്, നമ്മളന്നും 5D ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ സിനിമയിൽ പോകുമ്പോൾ അത് നമ്മുടെ പെർഫോമൻസ് വ്യത്യാസമുണ്ട്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നമ്മളായിട്ട് നിന്നാൽ മതി, അവിടെ നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് മാറണം. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര ഡിഫറെൻറ്റ്. എനിക്കൊന്നും ക്യാമറ ഫിയർ മാറും, ക്യാമറ കാണാനുള്ളൊരു ഫിയർ മാറും. എന്നാണ് വലിയ ക്യാമറ കാണുന്നൊരു ഫിയർ വരും, അത് വരും. ഇപ്പം ഇല്ല, പക്ഷെ ആ സമയത്ത് എനിക്കത് വന്നായിരുന്നു, അതുണ്ട്. ഇപ്പൊ ഈ ആസ്പയറിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പൊ താങ്കളെ പോലെ ഒരു ആക്ടർ ആവണമെന്ന് കൊതിച്ച് നിൽക്കുന്ന ആക്ട്രസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഷോർട്ട് ഫിലിം എക്സ്പീരിയൻസ് വെച്ച് മൂവിക്ക് വരാൻ പറ്റുമോ? പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ എല്ലാവരും വരുന്നത് അങ്ങനെയല്ലേ. എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും കൂടുതൽ ഇപ്പൊ ഞാൻ ഉള്ള സമയത്താണ് കൂടുതൽ ആക്സസിബിലിറ്റി കൂടുതലാണ് സിനിമയിലേക്ക്. എല്ലാവരും കണ്ടന്റ് ചെയ്തിട്ട് സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പടത്തിൽ നമ്മൾ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ ഇന്ന മച്ചാകൊല്ലാം ഇവനെ വിളിക്കാം, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് പണ്ടത്തെക്കാളും എനിക്ക് തോന്നുന്നു ഐ മീൻ സിനിമയ്ക്ക് കയറാനുള്ള ഒരു ചാൻസ് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? ബെറ്റർ ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര ചേഞ്ച് ഉണ്ട്, ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളന്ന് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ വീഡിയോസിനോടൊക്കെ കുറേ പേർക്ക് പുച്ഛം ഉണ്ടായിരുന്നു. സത്യം കുറേ പേർക്ക് പുച്ഛം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം പക്ഷെ ഇപ്പം എല്ലാവരും എടുക്കുന്ന സിനിമയെന്നാണ്. അപ്പം ഞങ്ങളിങ്ങനെ റീസെൻ്റ്ലി ഞാനും ഷാരിഖും ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എടാ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊന്നും ആർക്കും ഭയങ്കര വാല്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പം എല്ലാവരും വിളിക്കുന്നത് അതിനാണ്. പറയുമ്പോൾ നമ്മളന്ന് അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്തത്. ഇറ്റ്സ് എ കമ്പനി, ഒരു 10, 30, 40 സ്റ്റാഫ് ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 5D, അന്നത്തെ 5Dയിൽ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ മ്യൂസിക് ഇടുന്നു, ഡബ് ചെയ്യുന്നു. അതും നമ്മൾ ഈ 1 മിനിറ്റിലെ വീഡിയോസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്ര എഫേർട്ട് എടുത്താണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഒരു മൈക്കും പരിപാടിയും വെച്ച് പരിപാടി നിർത്തും. അന്ന് ഭയങ്കര പണിയെടുത്താൽ, പക്ഷെ അതും നല്ല ഹൈലി ക്വാളിറ്റിയിൽ നമ്മളിത് അന്നത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാവരും കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമയിലേക്ക് എടുക്കുന്നത്. അതൊരു ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് എനിക്കത് 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ടിക്ടോക്ക് ആയിരുന്നു. 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആ സമയത്ത്. ബാൻ ചെയ്തു. ആക്ച്വലി ടിക്ടോക്ക് വിഷമല്ല, ഞങ്ങളെ പടി പോയി. അതായത് നമ്മൾ ടിക്ടോക്കിന്റെ ഒഫീഷ്യൽസ് ആയിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് ഒഫീഷ്യലായിട്ട് നമ്മളായിരുന്നു ടിക്ടോക്കിന്റെ. കാരണം ചൈനീസ് കമ്പനി ആയിരുന്നു. അത് പൊട്ടിപ്പോയപ്പോൾ ഞങ്ങളെ പണി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് ഫിലിമിലേക്ക്. കാരണം വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് പോർട്രേറ്റ് വീഡിയോസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. കാരണം നമുക്ക് നമ്മുടെ കമ്പനിക്കാണെങ്കിൽ വരുമാനം അതിൽ നിന്നായിരുന്നു. കാരണം ടിക്ടോക്കിന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ്സ് പരിപാടികളിലോട്ട് അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അപ്പം ആ സമയത്ത് എനിക്കൊന്ന് കരിക്കും ഞങ്ങൾ മാത്രമേ ആ സമയത്തുള്ളൂ. 2 പേര് ഞങ്ങൾ ഇങ്ങനെ കാണാൻ ഹലോ ഹായ് 2 പേരുള്ളല്ലോ, വേറെ ഫ്രണ്ട്സ് നമുക്ക് അറിയാം, പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ കാരണം രണ്ടും ഇതേപോലെ 2 കോർപ്പറേറ്റ് കമ്പനീസ് ആണല്ലോ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പരിചയം ഉണ്ടെന്നുള്ളൂ, അല്ലാതെ ഇതൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് നമ്മളുണ്ടായിരുന്നുള്ളൂ. അത് കൂട്ടിയ സമയത്ത് കുടുങ്ങി. ടിക്ടോക്ക് നിർത്തിയപ്പോൾ നമ്മുടെ വരുമാനം ഒന്ന് സ്റ്റക്കായി. പിന്നെ പിന്നീടാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ യൂട്യൂബിലേക്ക് സ്വിച്ച് ചെയ്തില്ല, പിന്നെയാണ് സ്വിച്ച് ചെയ്തത്. പിന്നെ സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പിന്നെ കമ്പനി അങ്ങനെ അങ്ങ് പോയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫ്രീഡം ഫൈറ്റില് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്.
എന്തൊരു ഇന്റൻസ് അല്ലെ ഒരു മൂവിയാണത്. അപ്പോൾ ശരിക്കും അതെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, ഫ്രീഡം ഫൈറ്റ് ഞാൻ പറഞ്ഞേ, ഫൈറ്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രീഡം ഫൈറ്റ് നൈസ്, അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഫ്രീഡം ഫൈറ്റ് കുറച്ചും കൂടി എനിക്ക് ഫ്രീഡം ഫൈറ്റ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ ക്യാരക്ടറാണ്. നെക്സ്റ്റ് രേഖ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. പറയരുത്. രേഖയാണെങ്കിൽ കുറച്ചും കൂടി ആ ക്യാരക്ടറോട് നമുക്കൊരു ദേഷ്യം തോന്നും സത്യം ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്കും പേഴ്സണലി ഞാൻ ഒരു മൊമെന്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പടം കാണുമ്പം ഭയങ്കര ഒരു ചെറ്റ. അല്ല, നമ്മളിപ്പോ അമ്മമാരൊക്കെ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ എന്താ പറയാ, ഒരു സിനിമ കണ്ടിട്ട് ആ വില്ലനെ പിന്നെ കാണുവാണെങ്കിൽ ശരിക്കും അവർക്കറിയാം ഇതൊരു അഭിനയാണെന്ന്, ബട്ട് സ്റ്റിൽ ഇടിച്ചു കൊല്ലാനൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അപ്രോച്ച് ഇല്ല. വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് റീസെന്റ് ഉണ്ടായത്. എൻ്റെ ഒരു കൂട്ടുകാർ ആക്ടറാണ്. അങ്ങനെ എൻ്റെ ഒരു പരിപാടി സമയത്ത് ഒരിങ്ങനെ അപ്പം ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് നമുക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പം പുള്ളി പറഞ്ഞു, അയ്യോ ഞാനൊരു ലേഡിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, അയ്യോ വേണ്ട ഉണ്ണീനെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു എന്താ റീസൺ വെച്ചു. എനിക്ക് ഈ രേഖ കണ്ടതിന് ശേഷം എനിക്ക് പുള്ളിയോട് ഭയങ്കര ദേഷ്യമാണിത്. അങ്ങനെ പറഞ്ഞു. അത് നമ്മുടെ സക്സസ് ആണ്. ആ ക്യാരക്ടറിനോട് പക്ഷെ തോന്നുന്നൊരു ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ ആ പടം വൃത്തിക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ ക്യാരക്ടർ വർക്കായി എന്ന് പറയുന്നൊരു ഹാപ്പിനെസ് ആണ്. ഏറ്റവും ഇപ്പൊ പറഞ്ഞു ഒരു നെഗറ്റീവ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവാണ്. പക്ഷെ എങ്കിലും നെഗറ്റീവ് കമന്റ്സ് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു അല്ലെ സൊസൈറ്റിയില്. പോസിറ്റീവിനെക്കാളും പോസിറ്റീവ് പറയുന്നതോടൊപ്പം തന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ ക്രിറ്റിസിസം അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റോ താങ്കളുടെ ലൈഫിലുണ്ടോ? അല്ല, അത് ഉറപ്പായിട്ടും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ. പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, രണ്ടും ഉണ്ട്. അപ്പം എനിക്കൊരു പോസിറ്റീവ് കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും ഞാൻ കൂടുതൽ പോസിറ്റീവിന് ഫോക്കസ് ചെയ്യും. നെഗറ്റീവ് കിട്ടുന്നത് ഇപ്പോൾ നെഗറ്റീവ് പറയുന്നത് ഇപ്പോൾ ഇന്ന പരിപാടി ചെയ്യും, ഞാൻ ചെയ്ത പടത്തിൽ ഇത് ഭയങ്കര മോശമെന്ന് പറഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. കാരണം അത് മോശമാണെങ്കിൽ മോശമാണ്, ചെയ്ത പരിപാടി മോശമാണ്. പിന്നെ ആളുകൾക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ഓരോരുത്തരെ നമ്മൾ കമൻറ്റ് ബോക്സ്, ചില ആൾക്കാരെ കമൻറ്റ് ബോക്സ് വായിക്കുന്നതാണ്. ചുമ്മാ ഇത് തെറി വിളിക്കേണ്ട ആരെങ്കിലൊക്കെ എന്താ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് വെറുതെ. അതായത് എന്തിനാ ഈ തെറി വിളിക്കുന്ന റീസൺ പോലും ഉണ്ടാവില്ല. അവൻ്റെ അഹങ്കാരം കണ്ടോ, അവൻ്റെ അഹങ്കാരം ഒന്നും അപ്പോൾ അവർ നടന്നൊരു നാളായിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രവണത ഇപ്പം ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇവർക്ക് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്, അല്ലെ എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര മോശം പരിപാടിയാണ്. ഇൻ കേസ് ഉണ്ണിയുടെ മുമ്പില് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ട, അതായത് ഒരു ആവശ്യമില്ലാണ്ട് ജസ്റ്റ് തെറി വിളിക്കുന്ന ഉണ്ണിയുടെ പോസ്റ്റിലോ അല്ലെങ്കിൽ റീലിലോ കമന്റ് ഇട്ട ഒരാളെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ഞാനാണ് അയാളെന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുക്കും. അല്ല പിന്നെ അതായത് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് പറയണേ നെഗറ്റീവ് ഇവിടെ പറയാം. പക്ഷെ വെറുതെ ഒരാളെ മോശമായിട്ട് പറയുന്ന ആൾക്കാരെ അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്, ഒരു റീസൺ വേണമല്ലോ. അപ്പം എനിക്കവന് ഇഷ്ടമല്ല, ചുമ്മാ ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞിട്ട് തരും. അതും നമ്മൾ കാണുന്ന കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര മോശം കമൻറ്റ്. ഇപ്പോൾ ഓരോ വീഡിയോസിലെ കമൻറ്റ് കാണുമ്പോൾ ഞാനും വിചാരിക്കുന്നത് എന്തിനാങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവർ ചെയ്യുന്ന ആ വീഡിയോ ഭയങ്കര ബോറാണെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം, കൊള്ളൂല, മോശം കണ്ടന്റാണ്. പക്ഷേ ആളുകളെ പേഴ്സണലി വെച്ചിട്ട് ഇങ്ങനെ ഇവൻ്റെ വിചാരം ടാർഗറ്റ്. ഇപ്പം എനിക്കും വന്നിട്ട് എനിക്ക് റീസെൻ്റ്ലി ഞാനൊരു പരിപാടിയുടെ ഇതിന് പോയപ്പോൾ ഞാൻ റിയാക്റ്റും ചെയ്തില്ല, പക്ഷേ അതിൽ ആളുകൾ റിയാക്ട് ചെയ്തു. അതായത് എന്തൊക്കെയോ കമൻറ്റുകൾ. ഇപ്പം ഇവൻ്റെ ഇതിൽ ഞാൻ നടന്നു വരുന്ന ഒരു കാര്യം ഇനോഗ്രേറ്റ് ചെയ്ത് ഞാൻ പോകണു, അതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ. അപ്പം അതിലും മോശം കമൻറ്റ് വരും. നമ്മൾ ഞാൻ റിയാക്ട് ചെയ്യാറില്ല, പക്ഷേ ചില ആളുകൾ വന്നിട്ട് കമൻറ്റ്, ചില നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, പക്ഷേ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നിട്ട് കമൻറ്റ് ചെയ്യും, എന്താ നിൻ്റെ പ്രശ്നം എന്താ, അവനെ ചെയ്യുന്നത്, അവനെ അറിയുന്നതുകൊണ്ടല്ല അവനെ ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഒരു സുഖം കിട്ടും, അതുള്ളൂ മൈൻഡ് ചെയ്യാൻ നിൽക്കുക. അതാണ് നമുക്ക് അതെ.